അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ അൽഹംദുലില്ലാ വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദിൻ വഅല ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. മമ്പാട് സക്കാഫി ഫൈസൽ മൗലവിയുടെ ആദർശം ഉരുണ്ടുമറിയുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. നമുക്കതൊന്ന് കേൾക്കാം. അട്ടിമറി ഫൈസൽ മൗലവി സ്വന്തം തൗഹീദിൽ നടത്തിയത് ഇനി എത്ര അട്ടിമറികൾ ഫൈസൽ മൗലവിയിൽ നിന്ന് മലയാളികൾ കാണാനിരിക്കുന്നു? എന്താണ് ആ അട്ടിമറി എന്നുകൂടി നമുക്കൊന്ന് കേൾക്കാം. ചെരുപ്പിന്റെ വാറ് പൊട്ടിയാ പോലും റബ്ബിനോട് ചോദിക്കണേ എന്ന് പഠിച്ചവരല്ലേ നമ്മൾ. ചെരുപ്പിന്റെ വാറ് പൊട്ടിയാൽ പോലും റബ്ബിനോട് തേടണം. ഇത് സലഫു സ്വാലിഹീങ്ങൾ പഠിപ്പിച്ചു വന്ന മുജാഹിദുകൾ ആദ്യകാലം മുതൽ ഇന്നുവരെയും സർവ്വകാര്യങ്ങളും റബ്ബിനോട് പ്രാർത്ഥിക്കണം. നമ്മുടെ പ്രാർത്ഥന തേട്ടങ്ങൾ മുഴുവൻ അള്ളാഹുവിനോടാണ്. സൃഷ്ടി കഴിവിൽപ്പെട്ട കാര്യങ്ങൾ പോലും നമ്മൾ റബ്ബിനോട് തേടിയിട്ടായിരിക്കണം നമ്മുടെ വിശ്വാസകാര്യങ്ങൾ ഊട്ടി ഉറപ്പിക്കേണ്ടത് എന്ന കൃത്യമായ ആദർശത്തെ പഠിപ്പിച്ച ആദർശമായിരുന്നു, ആദർശ കൂട്ടായ്മയായിരുന്നു മുജാഹിദുകൾ. സമസ്ത പിരിയുന്നത് ആ വിഷയത്തിലാണ്. കാരണം സൂറത്തു മാഇദയിൽ 55-ാമത്തെ ആയത്ത് വരെ ഉദ്ധരിച്ചുകൊണ്ട് അല്ലാത്ത ആൾക്കാരെ വിളിച്ചു പ്രാർത്ഥിക്കാം, ഔലിയാക്കന്മാരോട് പ്രാർത്ഥിക്കാം, മുഹീദ്ദീൻ ഷെയ്ഖിനോട് പ്രാർത്ഥിക്കാം, ഇതായിരുന്നു സമസ്തയുടെ വാദം. മാത്രമല്ല, ഒരു സംവാദത്തിൽ നടന്ന ചോദ്യോത്തര വേളയിൽ ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് മുഹീദ്ദീൻ ഷെയ്ഖിനോട് ചോദിച്ചാൽ അത് ഷിർക്കാകുമോ എന്ന ചോദ്യത്തിന് അത് ഷിർക്കാവുകയില്ല എന്നുവരെ പറഞ്ഞ ആളുകളാണ് സമസ്തക്കാർ. എന്നിട്ട് ഇന്ന് ഫൈസൽ മൗലവിയെ കരിവാരിത്തേക്കാൻ ഒരു ആവശ്യവുമില്ല, അതിൻ്റെ ഒരു യോഗ്യത പോലുമില്ല. അങ്ങനെയുള്ള ഒരാളാണ് വന്നിട്ട് അവരാണ് തൗഹീദ്, ഈ തൗഹീദ് നമുക്ക് പഠിപ്പിച്ചു തന്നത് എന്നൊക്കെ പറയുന്ന സംസാരങ്ങളുണ്ട്. പരപ്പനങ്ങാടി പ്രോഗ്രാമിലാണ് അത് കൃത്യമായി ആ ഒരു വിഷയം, ആദർശത്തിൽ നിന്ന് വ്യതിചലിച്ച ചില കക്ഷികൾ നമ്മുടെ കൂട്ടത്തിൽ നിന്ന് പിരിഞ്ഞുപോയി. അവർ പല രൂപത്തിലുള്ള ആദർശങ്ങളും ഹദീസ് നിഷേധങ്ങളും തുടങ്ങിവെച്ചപ്പോൾ അതിന് കൃത്യമായി പ്രമാണബദ്ധമായി കൊണ്ട് ഖുർആനിൽ നിന്നും ഹദീസുകളിൽ നിന്നും അതുപോലെ തന്നെ പണ്ഡിത ഉദ്ധരണികളിൽ നിന്നും കൃത്യമായി ആ തനതായ ആദർശത്തെ കളങ്കമറ്റ രൂപത്തിൽ നിഷ്കപടമായി കൊണ്ട് അവതരിപ്പിച്ചപ്പോൾ ആ വിഷയത്തെ എടുത്തു കോട്ടിക്കൊണ്ട് ഇയാൾ പറയാണ്, അല്ലല്ല അത് ഞങ്ങളാണ് നിങ്ങളെ പഠിപ്പിച്ചത് എന്നാണ്. ആ ഭാഗം ഒന്ന് കേൾക്കാം. ചെരുപ്പിന്റെ വാറ് പൊട്ടിയാ പോലും റബ്ബിനോട് ചോദിക്കണേ എന്ന് പഠിച്ചവരല്ലേ നമ്മൾ. അല്ലല്ല, അത് നിങ്ങളെ പഠിപ്പിച്ചവർ സുന്നികളാണ്, നിങ്ങളത് പഠിക്കാൻ കൂട്ടാക്കിയിട്ടില്ല. പക്ഷെ ഇത് പരപ്പനങ്ങാടി മടവൂരാളെ മുന്നിൽ പോയപ്പോ ഇത് പറഞ്ഞാലല്ലാതെ രക്ഷല്ലാന്ന് കണ്ടപ്പോ ഇങ്ങനൊരു തരികട നടത്തിയതാണ്. നിങ്ങൾ ആലോചിച്ചു നോക്ക്, നമ്മുടെ ഉലമാക്കൾ ഇതൊക്കെ കവലകളിൽ വഹാബി തൗഹീദിനെ ഗണ്ണിക്കാൻ എത്രയാണ് വിളിച്ചു പറഞ്ഞത്. ഇപ്പൊ അതാണ് ഫൈസൽ മൗലവി തത്ത പറയും പോലെ വിളിച്ചു പറയുന്നത്. എന്ന ആയത്തിന് ഖുർആൻ വ്യാഖ്യാതാക്കൾ മുഫസ്സിറുകളുടെ അർത്ഥം എന്താണ്? ഫിൽ ഉമൂരി കുല്ലിഹാ. അതുകൊണ്ട് സുന്നത്തി ജമാഅത്തിന്റെ ഉലമാക്കളും അതാണ് ഇക്കാലം അത്രയും പറഞ്ഞത്. എന്നാൽ നിങ്ങൾ പറഞ്ഞത് അങ്ങനെയല്ല, ഉപ്പും വെള്ളമൊക്കെ വേറെയാണ്, അതിൽ പെടാത്തതാണ് പടച്ചോന്റെ അടുത്തേക്ക് എന്നാണ്. ശരി, ഇനി ഇതാരാ പഠിപ്പിച്ചത് എന്ന് നമുക്കൊന്ന് കാണാം. നമുക്ക് ആ ഒരു വീഡിയോയിലേക്ക് നമ്മുടെ കണ്ണുകളെ ഓടിക്കാം. എന്താണ് ഫാത്തിഹ സൂറത്തിലുള്ള ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാലിൻ ആമീൻ. ദീനുൽ ഇസ്ലാമിന്റെ മാർഗ്ഗത്തിലേക്ക് വഴി ചേർക്കണേ എന്ന് മുഹീദ്ദീൻ ഷെയ്ഖിനോട് പറഞ്ഞാൽ കേട്ടോ, ദീനുൽ ഇസ്ലാമിലേക്ക് വഴി ചേർക്കണേ, ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം എന്ന് മുഹീദ്ദീൻ ഷെയ്ഖിനോട് പറഞ്ഞാൽ എന്താണ് ഉത്തരം? നമുക്കൊന്ന് കേൾക്കാം. ദീനുൽ ഇസ്ലാമിന്റെ മാർഗ്ഗത്തിലേക്ക് വഴി ചേർത്തണേ എന്ന് മുഹീദ്ദീൻ ഷെയ്ഖിനോട് പറഞ്ഞാൽ അത് ശിർക്കാകുമോ? അത് ഒരു മുസ്ലിം മുഹീദ്ദീൻ ഷെയ്ഖ് ഖാരിഖല്ല, ഒരു മുഹീദ്ദീൻ ഷെയ്ഖ് മാത്രമാണ് എന്ന് വിശ്വസിക്കുന്ന ഒരു മുസ്ലിം അങ്ങനെ പറഞ്ഞാൽ ശിർക്കല്ല. അത് തന്നെയാണ് അതിന്റെ വിധി. അത് ശിർക്കല്ല എന്ന് തന്നെയാണ് അതിന്റെ വിധി. അതിൽ യാതൊരു സംശയമില്ല. എന്താ പറഞ്ഞത്? ഖാലിഖാണ് എന്ന വിശ്വാസമില്ലാതെ ഒരു മുഹീദ്ദീൻ ഷെയ്ഖ് വെറുമൊരു മുഹീദ്ദീൻ ഷെയ്ഖാണ്, ഔലിയാണ് എന്ന വിചാരത്തിൽ മരിച്ചുപോയ ബഗ്ദാദിൽ മരണപ്പെട്ട ആളിനോട് ഇവിടെ നിന്നുകൊണ്ട് ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം എന്ന് മുഹീദ്ദീൻ ഷെയ്ഖിനെ വിളിച്ചു ചോദിച്ചാൽ പോലും അത് ഷിർക്കല്ല എന്ന് പറയുന്നുണ്ട്. ഇവിടെ അവർ ന്യായം കണ്ടെത്തിയത് ഖാലിഖാണ് എന്ന വിശ്വാസമില്ലാതെ എന്തും തേടാമെന്നാണ്. ഇത് തന്നെയാണ് മമ്പാട് സക്കാഫിയും പറയുന്നത്. അതൊന്ന് മമ്പാട് സക്കാഫീൻ്റെ ഭാഗം കൂടി ഒന്ന് കേൾക്കാം.
ഫിൽ ഉമൂരി കുല്ലിഹ, എല്ലാ കാര്യത്തിലും റബ്ബിനോട് മാത്രം. ആ ഇസ്തിആനത്ത് അല്ലാഹുവോടേ ഉള്ളൂ. അത് ഇൻസിനോടും പറ്റൂല, അത് ജിന്നോടും പറ്റൂല. ആ ഇസ്തിആനത്ത് എന്ന് പറഞ്ഞാൽ ഇലാഹാണെന്ന വിശ്വാസത്തിൽ സൃഷ്ടാവാണെന്ന് ഉൾക്കൊണ്ടുകൊണ്ട് തേടുന്നത് അള്ളാഹിനോട് മാത്രമാണ്. അത് ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ, ശിരസ് തൊട്ട് കാൽപാദം വരെ, മനുഷ്യസ്പർശിയായ മനുഷ്യൻ ആവശ്യമുള്ള സകലത്ര കാര്യങ്ങളിലും അങ്ങനെ തന്നെയാണ്. ഇലാഹാണെന്ന വിശ്വാസത്തിൽ, സൃഷ്ടാവാണ് എന്ന വിശ്വാസത്തിൽ തേടുന്ന തേട്ടമാണ് ശിർക്കാവുക എന്ന് അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നുണ്ട്. ഞാനൊന്ന് ചോദിക്കട്ടെ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹുനൈൻ യുദ്ധത്തിലേക്ക് പോകുമ്പോൾ പുതുമുസ്ലിങ്ങളായ ആളുകൾ ആ യാത്രയിൽ ഒരു ധാത്തു അൻവാത്ത് എന്ന് പറയുന്ന മരം, അതിനെ കണ്ടു. അപ്പോൾ ഇവർ മുമ്പ് മുശ്രിക്കായിരുന്ന സമയത്ത് അതിൽ നിന്ന് ബറക്കത്തെടുക്കുമായിരുന്നു. അപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഇജഅൽ ലനാ ദാത്ത അൻവാത്തിൻ കമാ ലഹും ദാത്തു അൻവാത്ത്, അവർക്ക് ധാത്തു അൻവാത്ത് ഉള്ളതുപോലെ ഞങ്ങൾക്കൊരു ധാത്തു അൻവാത്ത് ഉണ്ടാക്കി തരണം എന്ന് പറഞ്ഞപ്പോൾ ഇലാഹാണ് എന്ന വിശ്വാസമൊന്നുമില്ല. നബി ചോദിച്ചിട്ടില്ല ഇലാഹാണെന്ന വിശ്വാസത്തോടു കൂടിയാണോ നിങ്ങൾ ചോദിക്കുന്നത്, എങ്കിൽ ശിർക്ക് എന്ന് പറഞ്ഞിട്ടില്ല. അവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്താ പറഞ്ഞത്? ഉടനെ തിരുത്തുകയാണ്. പ്രവാചകൻ പറയുകയാണ്, സുബ്ഹാനല്ലാഹ് ഇന്നഹ സുനൻ ഹാദാ കമാ ഖാലത്ത് ബനു ഇസ്രായീൽ ലിമൂസ. ബനു ഇസ്രായേൽ സന്തതികൾ മൂസ അലൈഹി ഇസ്ലാമിനോട് ചോദിച്ചതുപോലെയുള്ള ചോദ്യമാണിത് നിങ്ങൾ ചോദിച്ചിരിക്കുന്നത്. ഇജഅൽ ലനാ ഇലാഹൻ കമാ ലഹും ആലിഹ, അവർക്ക് ഇലാഹുകൾ ഉള്ളതുപോലെ ഞങ്ങൾക്കൊരു ഇലാഹിനെ ഉണ്ടാക്കി തരണം എന്ന് ചോദിച്ചതുപോലെയുള്ള ചോദ്യമാണ് നിങ്ങൾ ചോദിച്ചിരിക്കുന്നത് എന്നാണ്. അവിടെ ഇലാഹാണ് എന്ന വിശ്വാസമുണ്ടോ എന്ന് ആ പുതുമുസ്ലിങ്ങളായ സ്വഹാബത്തിനോട് ചോദിച്ചിട്ടില്ല റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ ഉണ്ടായിരുന്നുവെങ്കിൽ ചോദിക്കണമായിരുന്നല്ലോ. നിങ്ങൾ ഇലാഹ് എന്ന വിശ്വാസത്തോടു കൂടിയാണോ നിങ്ങളത് ചോദിച്ചത്, എങ്കിൽ ഷിർക്ക് എന്ന് പറഞ്ഞിട്ടില്ല. മാത്രമല്ല റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്നൊരു സ്വഹാബി പറയാണ്, മാഷാ അല്ലാഹു വശിഅത, അള്ളാഹു നിങ്ങളും ഉദ്ദേശിച്ചതുകൊണ്ട് അതുണ്ടായി എന്ന് പറഞ്ഞപ്പോൾ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ഉടനെ തിരുത്തുകയാണ്. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, അജഅൽതനി ലില്ലാഹി അദ്ലൻ ബൽ മാഷാ അല്ലാഹു വഹ്ദ, നീ എന്നെ റബ്ബിൽ പങ്കുകാരനാക്കുകയാണോ, റബ്ബിന് സമനാക്കുകയാണോ? എന്നിട്ട് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ബൽ മാഷാ അല്ലാഹു വഹ്ദ, അല്ലാഹ് ഏകനായിക്കൊണ്ട് ഉദ്ദേശിച്ചതുകൊണ്ട് മാത്രമാണ് അത് നടന്നിട്ടുള്ളത് എന്നാണ്. ആ സ്വഹാബിയോട് ചോദിച്ചിട്ടില്ല നീ ഇലാഹ് എന്ന വിശ്വാസത്തോടു കൂടിയാണോ എന്നെ നീ അങ്ങനെ പങ്കുചേർത്തത് എന്ന് ചോദിച്ചിട്ടില്ല. സഹോദരങ്ങളെ, അങ്ങനെ ഒരു ദുർന്യായം കൊണ്ടുവന്നത് അത് ഷിയാക്കളാണ്. മക്കയിലെ മുശ്രിക്കുകൾക്ക് പോലും ഇല്ലാത്ത വിശ്വാസമാണ് പിൽക്കാലത്ത് ഷിയാക്കൾ കൊണ്ടുവന്നത്. അതിനെയാണ് ഇന്ന് സമസ്തക്കാർ ഏറ്റുപിടിച്ചിരിക്കുന്നത്. മക്കയിലെ മുശ്രിക്കുകൾ പോലും അവർ ഷിർക്ക് ചെയ്തപ്പോൾ പറഞ്ഞിരുന്നത് ഇതെല്ലാം അള്ളാഹ് കൊടുത്ത കഴിവ് എന്നാണ്. അള്ളാഹുവാണ് അതിൻ്റെ ആ കഴിവിൻ്റെ എല്ലാം ഉടമസ്ഥന എന്നാണ്. ലബ്ബൈക്ക് അല്ലാഹുമ്മ ലബ്ബൈക്ക് അവരുടെ തൽബിയത്തിൽ കാണാൻ സാധിക്കും. ലബ്ബൈക്ക് ലാ ശരീക ലക ലബ്ബൈക്ക് ഇല്ലാ ശരീകൻ ഹുവ ലക് തംലികുഹു വമാ മലക്. ഒരു ശരീക്കുണ്ട്, ഒരു പങ്കുകാരുണ്ട്. ആ പങ്കുകാരുടെ പ്രത്യേകത എന്താ? തംലികുഹു വമാ മലക്, അവർ ഉടമപ്പെടുത്തുന്ന അവരുടെ കഴിവുകളെല്ലാം ആ കഴിവിൻ്റെ യഥാർത്ഥ ഉടമസ്ഥൻ അള്ളാഹുവാണ് എന്നാണ്. അങ്ങനെയാണ് അവർ പോലും പങ്കുചേർത്തത്. ഖാലിക്കാണ് എന്ന വിശ്വാസം അവർക്കുമില്ലായിരുന്നു. ഖാലിക്കെന്ന സൃഷ്ടാവെന്ന വിശ്വാസമില്ലാതെ തന്നെയാണ് അവർ പങ്കുചേർത്തതും. അതുകൊണ്ട് അവർ മുശ്രിക്കായി. ഇവിടെ ദുർന്യായം പറയുകയാണ്, ഖാലിക്കെന്ന വിശ്വാസമുണ്ടെങ്കിലേ ഷിർക്കാവുകയുള്ളൂ എന്ന് പഠിപ്പിക്കാൻ. ഇത് ശരിക്ക് ഇസ്ലാമിന് അന്യമായ ആദർശമാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം. കൊടുത്ത കഴിവിൽ എന്തും ചോദിക്കാം എന്ന ദുർന്യായങ്ങളും ഇവർക്കിടയിൽ കാണാൻ സാധിക്കും. ഇനി മാത്രമല്ല, ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്ന ആയത്തിനെ പോലും ഇവർ ദുർവ്യാഖ്യാനിച്ചിട്ടുണ്ട്. ഇയ്യാക നസ്തഈൻ എന്ന് പറഞ്ഞാൽ അല്ലാത്ത ആളുകളെ വിളിച്ച് സഹായം തേടാം എന്ന് ഈ ആയത്തിനെ തെളിവ് പിടിച്ചിട്ടുണ്ട്. മുഹീദ്ദീൻ ഷെയ്ഖിനോട് ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം, മുഹീദ്ദീൻ ഷെയ്ഖെ ഞങ്ങൾക്ക് ഹിദായത്ത് നൽകണേ എന്ന് പ്രാർത്ഥിക്കാം എന്നുവരെ ഇവർ വ്യാഖ്യാനിച്ചിട്ടുണ്ട്. സൂറത്തു മാഇദയിലെ 55-ാമത്തെ ആയത്ത്, ഇന്നമാ വലിയുക്കുമുല്ലാഹു വറസൂലുഹു വല്ലദീന ആമനുല്ലദീന യുഖീമൂന സ്സലാത്ത വയുഅ്തൂന സ്സക്കാത്ത വഹും റാക്കിഊൻ എന്ന ആയത്തിനെ, അല്ലദീന ആമനു എന്ന് പറഞ്ഞ ആ ഭാഗത്തിനെ, അത് ഔലിയാക്കന്മാരാണ്, മരിച്ചുപോയ മഹാന്മാരാണ്, മുഹീദ്ദീൻ ഷെയ്ഖാണ്, അവരോട് വിളിച്ചു പ്രാർത്ഥിക്കാം, അതിന് തെളിവാണിത് എന്നുവരെ പറഞ്ഞത് നമുക്ക് കാണാൻ സാധിക്കും. സഹോദരങ്ങളെ, എത്ര വലിയ ഗൗരവമുള്ള വിഷയമാണ്. വിശുദ്ധ ഖുർആനിനെ
അതിനെ പച്ചയായി ദുർവ്യാഖ്യാനിക്കുക മാത്രമല്ല, ആ ദുർവ്യാഖ്യാനിച്ച് ഇന്ന് സമൂഹത്തെ വലിയൊരു ഷിർക്കിൻ്റെ കൂടാരത്തിലേക്ക് കൊണ്ട് എത്തിച്ചിരിക്കുകയാണ്. എന്നിട്ട് പച്ചയായ കളങ്കമറ്റ തൗഹീദ് പഠിപ്പിച്ചത് അവരാണ് എന്ന് വാദിക്കുകയും ചെയ്യുന്നു. ഷിർക്കൊരു ഭാഗത്ത് പഠിപ്പിച്ച് ഒരു വലിയ കുന്നോളമുണ്ടാക്കി, എന്നിട്ട് ഇപ്പുറത്ത് പറയാണ് ഞങ്ങളാണ് തൗഹീദ് പറയുന്നു. എത്ര വൈരുദ്ധ്യാഭ്യാസമാണ്! മൗലവിയെ തിരുത്താൻ വേണ്ടി മാത്രം വഹാബ് സഖാഫി ആയിട്ടില്ല എന്നുകൂടി ഇവിടെ ഓർമ്മപ്പെടുത്തുകയാണ്. കാരണം നിങ്ങൾ പഠിപ്പിച്ചു വച്ചത് അത്രയും ഷിർക്ക് കലർന്ന വിശ്വാസം മാത്രമാണ്. മരിച്ചുപോയ ആളുകളോട് വിളിച്ചു പ്രാർത്ഥിക്കാം. ഇപ്പോൾ എവിടം വരെ എത്തി? നോളജ് സിറ്റി ഉണ്ടാക്കിയത് അതിൻ്റെ പ്രതിസന്ധി ഘട്ടത്തിൽ ബദരീങ്ങളെ വിളിച്ചു പ്രാർത്ഥിച്ചു എന്നാണ്. ആരാ പറഞ്ഞത്? നമുക്കൊന്ന് കേൾക്കാം. നോളജ് സിറ്റിയുടെ പ്രവർത്തന മേഖലയിൽ ഒരുപാട് തടസ്സങ്ങളുണ്ടായി, ഒരുപാട് പ്രതിബന്ധങ്ങളുണ്ടായി. അപ്പോഴൊക്കെ നമ്മൾ ബദരീങ്ങളെ വിളിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചു, നമ്മൾ ബദരീങ്ങളെ വിളിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചു, നമ്മൾ ബദരീങ്ങളെ വിളിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചു. കേട്ടില്ലേ? ബദരീങ്ങളെ വിളിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചു എന്ന വചനം തന്നെ പറയുന്നുണ്ട്. നീ അവിടെ നിന്നൊക്കെ വിട്ടു. ഇപ്പം എന്തായി അവസ്ഥ? മരണവേളയിൽ പോലും CM എന്ന് പറയണം എന്നാണ്, ലാ ഇലാഹ ഇല്ലല്ലാ പറയണമെന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്, പ്രവാചകൻ പഠിപ്പിച്ചത്. എന്നാൽ മരണവേളയിൽ പോലും ഉരുവിടേണ്ട നാമം CM എന്നാണ്. എങ്കിൽ ആ മരണവേളയിൽ രക്ഷിക്കും. ദുനിയാവിലും ആഖിറത്തിലും രക്ഷിക്കാൻ ഒരേ ഒരു വ്യക്തിക്ക് കഴിയുള്ളൂ, അത് CM ആണ് എന്നാണ് നൗഷാദ് ഹസനി പറയുന്നത്. നമുക്ക് ആ ഭാഗം ഒന്ന് കേൾക്കാം. മരണമെന്നൊരു വലിയ സംഭവം ഇവിടെ വരാനില്ലേ കൂട്ടുകാരെ? ആ മരണത്തിന്റെ നേരത്ത് സംരക്ഷകരായി ആരെ ഉണ്ടാവുള്ളൂ? ശൈഖ് മടവൂർ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്. എന്നെ ഫീഡിച്ചവർ ഏതും ഫേടിക്കേണ്ട, എന്നെ ഫിടിച്ചോർക്ക് ഞാൻ കാവലെന്നോവർ. സഹോദരങ്ങളെ, ഇത്ര വലിയ നീചമായ ആദർശത്തിലേക്ക് കൊണ്ടെത്തിച്ചത് ഇവരുടെ ഈ പൊളിഞ്ഞ ആദർശമാണ്. അവർ ഓരോ സമയം ഓരോന്ന് പറയും. ഇന്നത്തെ കുത്തുബ് നാളത്തെ കുത്തുബല്ല. ഇതിപ്പോൾ അതൊക്കെയാണ് ട്രെൻഡ്. കുത്തുബ് സ്ഥാനം മാറും. അതിൻ്റെ വസ്തുതാപരമായ വിഷയങ്ങൾ വേറെ തന്നെ ചർച്ച ചെയ്യാനുണ്ട്. ഏതായാലും ഈ കേരള മണ്ണിൽ തനതായ ആദർശത്തെ പഠിപ്പിച്ചത് സലഫികൾ മാത്രമാണ്. സമസ്തക്കാർ അന്നു മുതൽ ഇന്നുവരെ ഇവിടെ പഠിപ്പിച്ചത് അല്ലല്ലാത്ത ആൾക്കാരെ വിളിച്ചു പ്രാർത്ഥിക്കാമെന്നാണ്. അതിന് ദുർന്യായം കണ്ടെത്തിയതും ഖാലിക്കാണെന്ന വിശ്വാസമില്ലേ എന്തും ചോദിക്കാമെന്നാണ്. ജിഫ്രി മുത്തുക്കോയ തങ്ങൾ പോലും പറഞ്ഞെന്താ? അതുപോലെ തന്നെ CM സ്മരണകയിൽ എന്താ പറഞ്ഞത്? അല്ല കാണും പോലെ കാണും, അല്ല കേൾക്കും പോലെ കേൾക്കും, അല്ല അറിയും പോലെ അറിയും, അല്ല സഹായിക്കും പോലെ സഹായിക്കും. ഇങ്ങനെയല്ല പറഞ്ഞത്. എന്നാൽ വിശുദ്ധ ഖുർആനിൽ എന്താണ് പറഞ്ഞത്? ഹൽ തഅലമു ലഹു സമീയ. പേരൊത്ത അള്ളാഹുവിന് പേരൊത്ത. സഹായിക്കണം എന്നൊന്നും വേണ്ട, അള്ളാഹ്ക്ക് പേരൊത്ത ഒരാളെങ്കിലും ഉണ്ടോ എന്ന് അള്ളാൻ്റെ ചോദ്യമുണ്ട്. അപ്പോൾ പിന്നെ എങ്ങനെയാണ് അല്ല കാണും പോലെ കാണുക? എങ്ങനെയാണ് അല്ല കേൾക്കും പോലെ കേൾക്കുക? അല്ല അറിയും പോലെ അറിയുക, അല്ല അറിയുന്നതെല്ലാം അറിയുക. ഇതാണ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ ഈ അവസാനത്തിൽ വിശദീകരിച്ചത്. അല്ല കേൾക്കും പോലെ കേൾക്കും എന്ന് പറഞ്ഞാൽ അല്ല കേൾക്കുന്നതെല്ലാം കേൾക്കും എന്ന് വിശദീകരിച്ചു. അപ്പോൾ ലൈസ കമിസ്ലിഹി ഷൈഉൻ, അള്ളാഹ്ക്ക് തുല്യമായിക്കൊണ്ട് ഒന്നുമില്ല എന്നല്ല പറഞ്ഞത്. ഹൽ തഅലമു ലഹു സമീയ, അള്ളാഹ്ക്ക് പേരൊത്ത ഏതെങ്കിലും ഒരു വസ്തു ഉണ്ടോ എന്നല്ല ചോദിച്ചത്. ഇതൊക്കെ ബാത്തിലായി പോകൂലേ? വിശുദ്ധ ഖുർആൻ തള്ളേണ്ടി വരൂലേ? അതുകൊണ്ട് എൻ്റെ മാന്യ ശ്രോതാക്കളോട് എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത്, സമസ്ത അന്നു മുതൽ ഇന്നുവരെയും പഠിപ്പിച്ചത് അല്ലല്ലാത്ത ആൾക്കാരെ എങ്ങനെ വിളിച്ചു പ്രാർത്ഥിക്കാമെന്നും അതിന് ആയത്തുകളെ എങ്ങനെ ദുർവ്യാഖ്യാനിക്കാമെന്നും മാത്രമായിരുന്നു. അള്ളാഹുവിനോട് മാത്രമാണ് നമ്മുടെ ഇബാദത്തുകൾ സമർപ്പിക്കേണ്ടത് എന്നുമെല്ലാം ഒരു ഭാഗത്ത് നമ്മൾ പഠിപ്പിക്കുമ്പോൾ മറുഭാഗത്ത് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് സമസ്തക്കാർ, ഈ മമ്പാട് സക്കാഫി ഉൾപ്പെടെയുള്ള ആളുകൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലല്ലാത്ത ആൾക്കാരെ എങ്ങനെ വിളിച്ചു പ്രാർത്ഥിക്കാം, അതിനുള്ള തെളിവുകൾ എന്തൊക്കെയാണ്, അതിനുള്ള ആയത്തുകൾ എവിടെ നിന്നൊക്കെ കട്ടുമുറിക്കാം എന്നൊക്കെയുള്ള രൂപത്തിലുള്ള പഠനങ്ങൾ മനനങ്ങൾ മാത്രമാണ് അവരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. അതുകൊണ്ട് മാന്യരായ ശ്രോതാക്കളോട് ഓർമ്മപ്പെടുത്താനുള്ളത്, ആദർശം ക്ലിയറായിട്ടില്ല എങ്കിൽ സഹോദരങ്ങളെ, ഈ ലോകത്തും നഷ്ടമാണ്, പരലോകത്തും നഷ്ടമാണ്. അള്ളാഹ് ഒരിക്കലും പൊറുക്കാത്ത പാപമാണ് ശിർക്ക് എന്നത്. അള്ളാഹ് സ്വർഗം നിഷിദ്ധമാക്കും എന്ന് പഠിപ്പിച്ച ഒരേ ഒരു തിന്മ എന്നത് ശിർക്കാണ്.
നരകത്തിൽ ശാശ്വതനാകും എന്ന് പറഞ്ഞ് അല്ല ഒരിക്കലും പൊറുക്കാത്ത പാപമെന്ന് പഠിപ്പിച്ചത് ഷിർക്കാണ്. ആ ഷിർക്കിലേക്കാണ് ഇക്കൂട്ടർ ക്ഷണിക്കുന്നത്. അതുകൊണ്ട് സഹോദരങ്ങളെ, സഹോദരിമാരെ, ആദർശം ക്ലിയറാക്കാൻ, സത്യസന്ധമായി കൊണ്ട് റബ്ബിനെ മനസ്സിലാക്കാൻ, അള്ളാഹുവിന് കൊടുക്കേണ്ട വക്കാറ് കൊടുക്കാൻ വിശുദ്ധ ഖുർആനിൽ നിന്നും ഹദീസിൽ നിന്നും കൃത്യമായി പ്രമാണങ്ങളെ പഠിക്കണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. വ ആഖിറു ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.